ഈ വരുന്ന റബീഉൽ അവ്വലിൽ ഒരു ദിവസവും മുടങ്ങാതെ മൗലിദ് ഓതണമെന്ന് നമ്മുടെ നേതൃത്വമായ റഈസുൽ ഉലമാ ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ മുടങ്ങാതെ മങ്കൂസ് മൗലിദെങ്കിലും പാരായണം ചെയ്യണം. അത് ബുശ്റാ ലനാ, നമുക്കുള്ള ആനന്ദത്തിന്റെ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റുന്ന കണ്ണില്ലെങ്കിൽ കണ്ണെന്തിനാണെന്ന്, അവിടുത്തെ കേൾക്കാൻ പറ്റാത്ത കാതാണെങ്കിൽ കാതെന്തിനാണെന്ന്, അവിടുത്തെ ഹസ്തദാനം ചെയ്യാൻ പറ്റാത്ത കൈകളാണെങ്കിൽ അതെന്തിനാണെന്ന് ആലോചിക്കുമ്പോഴല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളിലേക്ക് എത്തിച്ചേരാനാവുക. മഹാനായ ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ മദീനത്ത് ചെന്നപ്പോൾ മഹാനവറുകൾക്ക് പറയാനുണ്ടായിരുന്നത് തു സിന്ദാ ഹേ വല്ലാഹ്, തു സിന്ദാ ഹേ വല്ലാഹ്, മേരേ ചശ്മേ ആലം സേ ചുപ് ജാനെ വാലേ. ഞാൻ മദീനത്ത് വന്നപ്പോൾ ഖബറു ശരീഫിന്റെ മുമ്പിലെത്തിയപ്പോൾ കേവലം ഒരു ഖബർ സിയാറത്ത് ചെയ്യാൻ വന്നതല്ല, അതാ ഖബറിന്റെ ഉള്ളിൽ ഉണർന്ന് വിശ്രമിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അനുഭവിച്ച മഹാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞതാണ് തു സിന്ദാ ഹേ വല്ലാഹ്, തു സിന്ദാ ഹേ വല്ലാഹ്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തവാത്തറത്തിൽ അദില്ലത്തു വന്നുഖൂലു എന്ന കവിത എഴുതിയത് ഖബറു ശരീഫിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്ന മുത്തുനബി തങ്ങളെ കണ്ടുകൊണ്ടാണ്. അഇമ്മത്ത് മദീനയിൽ ചെന്നപ്പോൾ പച്ചക്കൊമ്പ കണ്ട് മടങ്ങിയവരല്ല, മുവാജഹത്ത് കണ്ടുകൊണ്ട് മടങ്ങിയവരല്ല, ഖബറു ശരീഫിന്റെ ഉള്ളിൽ വിശ്രമിക്കുന്ന പുണ്യനബി തങ്ങളെ കണ്ടുകൊണ്ട് വന്നവരാണ്. അവര് കണ്ടുകൊണ്ട് മടങ്ങിയപ്പോൾ അവരുടെ തടി തിരിച്ചു പോന്നപ്പോഴും ഉടല് തിരിച്ചു പോന്നപ്പോഴും അവരുടെ കൽബ് മദീനയിലായിരുന്നു. നമ്മൾ പക്ഷേ ഉടലോട് മദീനയിലെത്തിയാലും കൽബ് മദീനയിലെത്തുന്നുണ്ടോ? മദീനയിലെ രാജാവിനെ അനുഭവിക്കാറുണ്ടോ? മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോഴെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്താണെന്ന് അനുഭവിക്കാറുണ്ടോ? അല്ലാഹുവേ, ആശിഖുർ റസൂൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചാരത്ത് ഞങ്ങൾ ഈ രാത്രിയിൽ സംഗമിച്ചതിന്റെ സൗഭാഗ്യം കൊണ്ട് ഞങ്ങളുടെ ഓരോരുത്തരും